Hello friends, welcome to MTM Political Talk. ബീഹാർ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദിവസങ്ങൾ കുറവാണല്ലോ. ഇപ്പോൾ അതിന്റെ സീറ്റ് ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളും ഇപ്പോൾ ശ്രദ്ധ പതിപ്പിക്കുന്നത് സീറ്റ് ചർച്ചകൾ തന്നെയാണ്. NDAയും ഇന്ത്യ മുന്നണിയും. ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ചർച്ചകൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലായി ഇന്ത്യ മുന്നണി തേജസ്വി യാദവ് തന്നെയായിരിക്കും ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ കൂടുതലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല എങ്കിലും അങ്ങനെ ഒരു ധാരണയാവാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. കാരണം തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരാണല്ലോ സാധാരണഗതിയിൽ നേതാവിനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അത് ഇപ്പോൾ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എങ്കിലും അങ്ങനെ ഒരു ധാരണയായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു പുറമെ 3 ഉപമുഖ്യമന്ത്രിമാരെ നിയോഗിക്കാനും തീരുമാനിച്ചു എന്ന വാർത്തകളാണ് വരുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ 3 ഉപമുഖ്യമന്ത്രിമാർ, അത് സാമുദായിക പരിഗണന മറ്റുള്ള ഘടകങ്ങളൊക്കെ നോക്കി 3 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ, ഇന്ത്യ സഖ്യം വിജയിച്ച് അധികാരത്തിൽ വരികയാണെങ്കിൽ തേജസ്വി യാദവ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നും 3 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാവും എന്നുമാണ് ഇപ്പോൾ ധാരണയിലെത്തിയിരിക്കുന്നത് എന്നാണ് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സാമുദായിക പരിഗണന വെച്ച് തന്നെയായിരിക്കും കൂടുതലും 3 ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കുക എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ തന്നെയാണ്. RJD, INC മറ്റു കക്ഷികൾ ഒക്കെ ചർച്ചകളിൽ പങ്കെടുക്കുന്നു. RJD ആകെ 243 സീറ്റാണല്ലോ ബീഹാറിലുള്ളത്. അതിൽ RJD കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് 143 സീറ്റിലാണ്. എങ്കിൽ ഇപ്രാവശ്യം അത് 125 സീറ്റിലെ മത്സരിക്കുന്നുള്ളൂ. ബാക്കി സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വീതിച്ചു നൽകുകയാണ് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് 55 സീറ്റും ഇടതുപക്ഷ പാർട്ടികൾക്ക് 25 സീറ്റും ഒക്കെ വിഭജിച്ച് നൽകാനുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ബാക്കി സീറ്റുകൾ ചെറുകക്ഷികളായ VIP, LJP, ജാർഖണ്ഡ് മുക്തി മോർച്ച തുടങ്ങിയവർക്കും ബാക്കി വരുന്ന സീറ്റുകൾ വീതിച്ചു നൽകാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. RJDയെ സംബന്ധിച്ചിടത്തോളം 143 സീറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതെങ്കിലും 19 സീറ്റ് അവർ കുറച്ചിട്ട് ബാക്കി 125 സീറ്റിലാണ് അവർ മത്സരിക്കുന്നത് ഈ പ്രാവശ്യം. കാരണം സഖ്യകക്ഷികൾക്കൊക്കെ സീറ്റ് വീതിച്ച് നൽകുമ്പോൾ അതിന്റെ നഷ്ടം പ്രധാന പാർട്ടികൾ തന്നെ വഹിക്കുക എന്നത് ഒരു സ്വാഭാവികമാണല്ലോ. അപ്പോൾ സഖ്യകക്ഷികൾക്ക് സീറ്റ് വിഭജിച്ച് നൽകുന്നതിന്റെ ഭാഗമായി RJD 143 ആണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതെങ്കിൽ ഇപ്രാവശ്യം അത് 125 ചുരുങ്ങുകയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് 55 സീറ്റ് ധാരണയായി, 50-55 ഏകദേശ ധാരണയായി എന്നൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഇടതുപക്ഷ പാർട്ടികൾക്ക് മൊത്തത്തിൽ 25 സീറ്റാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഏകദേശം ഒരു ധാരണ. ഇപ്പോൾ ഇത് ഒരു പ്രഖ്യാപനങ്ങളൊന്നുമല്ല, ഏകദേശ ധാരണകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ VIP, LJP, ജാർഖണ്ഡ് മുക്തി മോർച്ച തുടങ്ങിയ പാർട്ടികൾക്ക് ബാക്കി വരുന്ന സീറ്റുകൾ വീതം വെപ്പ് നടത്തും എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും 3 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാവും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ, അധികാരം കിട്ടുകയാണെങ്കിൽ എന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്ന് ചർച്ചകളിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നു. അധികാരം കിട്ടുകയാണെങ്കിൽ തേജസ്വി യാദവ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നും, തുടർന്ന് 3 ഉപമുഖ്യമന്ത്രിമാർ വിവിധ സമവാക്യങ്ങൾക്കനുസരിച്ച് 3 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ ചർച്ചകളിലൂടെയൊക്കെ ധാരണയായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊക്കെ സമവാക്യങ്ങൾ ഒക്കെ അതിന് ധാരാളമുണ്ട്. ആ സമവാക്യങ്ങൾക്കനുസരിച്ച് 3 ഉപമുഖ്യമന്ത്രിമാർ
ഉണ്ടാവും എന്നാണ്. ഇതിപ്പോ പ്രാഥമിക ഘട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ധാരണയിൽ ഒന്നും എത്തിയിട്ടില്ല. കാരണം പ്രാഥമികമായി സീറ്റ് ടോട്ടൽ ചെയ്തതിനു ശേഷം അത് ഓരോരോ പാർട്ടിക്ക് ഭാഗിച്ച് നൽകുന്നതിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. എങ്കിലും ഒരു ഏകദേശ ധാരണ ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം 143 സീറ്റിൽ മത്സരിച്ച RJD ഇപ്രാവശ്യം 125 സീറ്റ് എടുക്കുകയുള്ളൂ, ബാക്കി അത് ഘടകകക്ഷികൾക്ക് വീതം വെച്ച് നൽകുന്നത് എന്നൊക്കെ ഒരു ധാരണയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ധാരണ സീറ്റ് ചർച്ചകളിലൂടെ അത് രൂപപ്പെട്ടു വരും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RJD നേതാവ് തേജസ്വി യാദവ് തന്നെയായിരിക്കും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി എന്നും, തുടർന്ന് 3 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാവും. അതും വിവിധ സമവാക്യങ്ങൾ അനുസരിച്ച് അത് സീറ്റ് കൂടുതൽ കിട്ടുന്ന പാർട്ടികൾക്കൊക്കെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാൻ സാധ്യത ഉണ്ടായിരിക്കും. ഇപ്പോൾ അതിനെപ്പറ്റി ഒരു പ്രവചനം അസാധ്യമാണല്ലോ. സീറ്റിനെ അനുസരിച്ചായിരിക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങളൊക്കെ പങ്കിട്ടെടുക്കുക. അപ്പോൾ ഇപ്പോൾ വരുന്ന ഒരു ധാരണ അനുസരിച്ച് 3 ഉപമുഖ്യമന്ത്രി ഉണ്ടാവും. ഒരു തേജസ്വി യാദവ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. RJD 125 സീറ്റിൽ മത്സരിക്കും. കോൺഗ്രസ് പാർട്ടി 55 സീറ്റിൽ മത്സരിക്കും. ഇടത് പാർട്ടികൾക്ക് 25 സീറ്റ് മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റുള്ള സീറ്റ് VIP, LJP, ജാർഖണ്ഡ് മുക്തി മോർച്ച തുടങ്ങിയവർക്ക് ബാക്കി വരുന്ന സീറ്റുകളും ഭാഗം വെച്ച് നൽകും എന്നൊക്കെയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സീറ്റ് വിഭജന ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ നേതാക്കളും എല്ലാം ബീഹാറിന്റെ തലസ്ഥാനത്ത് തന്നെ ക്യാമ്പ് ചെയ്ത് ചർച്ചകൾ ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഏകദേശം 28 ദിവസം ഒക്കെയാണല്ലോ ബീഹാർ ഇലക്ഷന് ബാക്കിയുള്ളത്. 28-27 ദിവസമൊക്കെയാണ് ബാക്കിയുള്ളത്. അതിന്റെ മുമ്പ് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ ഒരു ധാരണയിലെത്തും. അത് കഴിഞ്ഞതിന് ശേഷം വേണമല്ലോ ഓരോ പാർട്ടികൾക്കും അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുവാൻ, സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാനും. അത് കണ്ടെത്തി കഴിഞ്ഞിരിക്കും, എങ്കിലും അതിന്റെ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ നടക്കുന്നതിന് വേണ്ടി ഈ സീറ്റ് വിഭജന ചർച്ച ആദ്യം മുന്നണികൾ തമ്മിലുള്ള ചർച്ച പൂർത്തീകരിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് മുന്നണികളുടെ ഇത്തരം ഒരു ധാരണയിൽ, ഏകദേശ ഒരു ധാരണയിലൊക്കെ എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇതിന്റെ വിശദമായ വിവരങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. അറിയുന്നവരൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഓർപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.